പറഞ്ഞിരുന്നു രാമക്ഷേത്ര നിർമ്മാണത്തെ എതിർക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധിയും ഇന്നലെ പറഞ്ഞത് അതുപോലെ തന്നെയാണ്. കമൽനാഥും ഒപ്പം ദിഗ്വിജയ് സിംഗും ഒക്കെ സമാനമായ രീതിയിൽ ക്ഷേത്ര നിർമ്മാണത്തെ എതിർക്കുന്നില്ല എന്ന തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തി. പക്ഷേ അപ്പോഴും ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ആ പാർട്ടിക്ക് ഒരു ഏക അഭിപ്രായം ഉണ്ടാകണ്ടേ? അല്ലെങ്കിൽ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധി ആ വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തേണ്ടേ? ഇപ്പോൾ കേരളത്തിൽ ഇന്ന് ലീഗ് യോഗം ചേരുകയാണ്. ലീഗിന്റെ എതിർപ്പ് അവരറിയിക്കും, അതൊരു പക്ഷേ പരസ്യമാക്കും എന്ന രീതിയിൽ കാര്യങ്ങൾ വരികയും ചെയ്യുന്നു. കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാർക്കും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഒരു പാർട്ടിയിലും എല്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരു കാര്യത്തിലും ഒരഭിപ്രായം ഉണ്ടായാൽ പിന്നെ ഇവിടെ ജനാധിപത്യവും ഡിസ്കഷനും ഒന്നും ആവശ്യമില്ല. ഇത് അഭിപ്രായ വ്യത്യാസമല്ല, സമീപനങ്ങളുടെ ശബ്ദമാണ് അവർ പറയുന്നത്. മുസ്ലിം ലീഗ് ഒരിക്കലും രാജ്യത്തിന്റെ സമാധാനവും സ്വസ്ഥതയും തകർക്കാനുള്ള വഴിവിട്ട യാത്ര ചെയ്യുകയില്ലെന്ന് അവരുടെ സംസ്കാരത്തെ പറ്റി അറിയാവുന്നവർക്ക് ബോധ്യമുണ്ട്. 92-ൽ ഇന്ത്യയെ ഞെട്ടിത്തരിപ്പിച്ച ബാബറി മസ്ജിദ് പൊളിച്ച ആ സംഭവത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ ചൂണ്ടിക്കൊണ്ട് അത് ചെയ്തതാരാണ്? അതൊക്കെ എല്ലാവർക്കും അറിയാം, ഇനി അത് വിസ്തരിക്കേണ്ട കാര്യമില്ല. അത് ചെയ്തവരെ നോക്കി തെമ്മാടിത്തരം കാണിക്കരുത് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രസിഡന്റിനെ നാം മുന്നിൽ കണ്ടതാണ്. അതാണ് ഇന്ത്യയുടെ സത്തയും സംസ്കാരവും. മറ്റു മതസ്ഥരോട് സഹിഷ്ണുതയോടെ എന്നും പെരുമാറിയ വിശ്വവശ്യമായ ചരിത്രവും പാരമ്പര്യവുമുള്ള ഒരു വിഭാഗമാണ് ലോകത്തിലെ മുസ്ലിം ജനസമൂഹം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എവിടെന്നെങ്കിലും കപ്പൽ കെട്ടി ഇറക്കിയവരല്ല, ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന് ഇവിടെ ജീവിക്കുന്നവരാണ്. രാജവാഴ്ചക്കാലത്ത്, ചക്രവർത്തി ഭരണകാലത്ത് പലയിടത്തുനിന്ന് വന്നവർ നമ്മെ ആക്രമിച്ചിട്ടുണ്ട്. അതിൽ പെട്ടവർ പിന്നീട് ഭരണാധികാരികളായി മാറിയിട്ടുണ്ട്. അതൊക്കെ രാജ്യത്തിന്റെ ആ പ്രോസസ്സിന്റെ ചരിത്രമാണ്. ഇനിയും ജനങ്ങളെ കലഹിപ്പിക്കുവാനും തമ്മിലടിപ്പിക്കുവാനും വഴി ഒരുക്കുന്ന വിഭാഗീയ കലാപങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാക്കേണ്ടത് ചില ആളുകളുടെ ആവശ്യമാണ്. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ തമ്മിലടിപ്പിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള നിർഭാഗ്യവാന്മാരായ ചിന്തകന്മാർ നമ്മുടെ രാജ്യത്ത് വാസ്തവത്തിൽ ഉണ്ട്. അവർക്ക് ജനങ്ങളെ അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ മേശയുദ്ധം കണ്ടുകൊണ്ട് നിൽക്കുന്ന കുറുക്കന്റെ മനസ്സിൽ ഇന്നയാട് ജയിക്കണം എന്നല്ല, അവന്റെ നെറ്റി പൊട്ടി തല പൊട്ടി ചോര വരുന്നത് കാണണം. കാരണം അത് നക്കി കുടിക്കാൻ, ആ കുറുക്കന്റെ വിശപ്പടക്കാൻ അവന്റെ ആഗ്രഹം അതാണ്. അപ്പോൾ വീണ്ടും സാമൂഹ്യ മേശയുദ്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുൽസിത പ്രവർത്തനങ്ങളെയാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ കോൺഗ്രസോ BJPയോ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ജന്മമെടുക്കുന്നതിന് മുൻപ്, അതായത് ശ്രീരാമന്റെ കാലത്ത് ലോകത്ത് നിരവധി ഉണ്ടായിരുന്നില്ല. ഇവിടെ ചർച്ചയിൽ ഒരാൾ ബഹുമാന്യ വ്യക്തി സൂചിപ്പിച്ചല്ലോ, ശൂദ്രൻ. ആരാണ് ഈ ശൂദ്രൻ? ശൂദ്രൻ ഒരു മതവിഭാഗമോ ഒരു സമുദായ വിഭാഗമോ അല്ല, മറിച്ച് ആചാര നിഷേധം ചെയ്യുന്ന ബ്രാഹ്മണനെ ശിക്ഷിച്ച് മാറ്റി നിർത്താനുള്ള കോർട്ട് അസൈലം, അവന്റെ കൺസോർഷ്യമാണ് ശൂദ്രപദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിയമനിഷേധം നടത്തുന്ന ബ്രാഹ്മണനെ ശിക്ഷിച്ച് തള്ളുന്ന ജയിലറയാണ്. അവനെ ലോകത്തിന്റെ സംസ്കാരത്തിൽ അല്പം താഴ്ത്തി നിർത്തിയിരിക്കുന്നത് ജാതിയുടെയോ മതത്തിന്റെയോ പേരിലല്ല, അവന്റെ പെരുമാറ്റത്തിന്റെ മാന്യത കുറവ് കൊണ്ടാണ്. അപ്പൊ ശൂദ്രൻ ആചാര നിഷേധം ചെയ്യുന്ന ബ്രാഹ്മണന്റെ പണിഷ്മെന്റ് പീരിയഡാണ് ശൂദ്ര അവസ്ഥ. ജയിൽ പുള്ളി എന്ന് ജയിലിൽ കിടക്കുന്നവനെ പറയുന്നത് പോലെ, കൊലപ്പുള്ളി എന്ന് കൊലപാതകയെ പറയുന്നത് പോലെ, അക്രമി എന്ന് അക്രമം നടത്തുന്നവനെ പറയുന്നത് പോലെ, കുറ്റം ചെയ്തവനെ കുറ്റവാളി എന്ന് പറയുന്നത് പോലെ ഒരു ശിക്ഷാ കാലഘട്ടത്തിന്റെ
പുനർനാമകരണമായിട്ടാണ് ശൂദ്രൻ എന്ന പദം. ശരി, സത്യവാൻഗിരി, താങ്കൾ പറഞ്ഞത് ഇത് ഈ വിഷയം എന്തായാലും രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നു, അവിടെ ഇത് ആരാണ് നടപ്പിലാക്കുന്നത് എന്നൊരു ചോദ്യം അതിനോട് ചേർന്ന് ചോദിച്ചോട്ടെ. എന്തായാലും ഇത് ബലം പ്രയോഗിച്ച് നടപ്പിലാക്കിയൊന്നുമല്ലല്ലോ. കഴിഞ്ഞ തവണയും ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്നു. അന്ന് കോടതി വിധിക്കായി കാത്തിരിക്കുകയായിരുന്നു. അവസാനം സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ട്രസ്റ്റ് രൂപീകരിക്കുകയും ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിന്നവർക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഭൂമി അടക്കം ചെയ്തു കൊടുക്കുകയും അവർക്ക് മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തതിനു ശേഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അപ്പോൾ അതിലൊരു ആക്ഷേപം കണ്ടെത്തേണ്ടതുണ്ടോ? അല്ല, ഉണ്ടല്ലോ. അതിൽ നമ്മളതിൻ്റെ നാൾ വഴികളൊന്ന് പരിശോധിച്ചാൽ മതി. നമ്മളൊരു രാഷ്ട്രീയ രീതിയിലല്ല അതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുക. ഇപ്പോൾ അഡ്വാനിയാണല്ലോ രഥം ഉരുട്ടിയത്. ഈ അഡ്വാനി എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കോടതിയാണ് ഇതിൻ്റെ ഒരു അന്തിമ വിധിയായിട്ട് ഞങ്ങൾ കാണുന്നത് എന്ന്? കോടതിക്ക് ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കില്ല എന്നാണ് കൃത്യമായിട്ട് അദ്വാനി പറഞ്ഞിട്ടുള്ളത്. അദ്വാനിയുടെ നിലപാട് അതാണ്. അപ്പം എന്തായി? കോടതി എങ്ങനെയാണ് ഇത് കോടതിയിൽ ഇത് വരുന്നത് എന്നുള്ള ഇതിൽ ഇന്ത്യൻ ജുഡീഷ്യറിയെക്കുറിച്ച് വളരെ വളരെ എന്താ പറയുക, പരിതാപകരമായ അല്ലെങ്കിൽ അങ്ങേയറ്റം ആകാംക്ഷയോട് കൂടിയിട്ട് വിദേശത്തുള്ള പലരും ഈ അടുത്ത നാളിൽ അവർ അഭിപ്രായപ്പെട്ടിരുന്നു, ഇനി ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നിന്നുള്ള ഓരോ വിധികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിൽ സംശയമുണ്ട്. ആ സംശയം ഓൾറെഡി വന്നിട്ടുണ്ട്. പല ആളുകളും ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ളവർ നേരെ പിരിയുന്ന പിറ്റേ ദിവസം ബി ജെ പിയുടെ പാളയത്തിലേക്കൊക്കെ പോകുമ്പം അതിൽ സംശയമുണ്ട്. ഇത് തന്നെ ഇനിയിപ്പോൾ കോടതി അലക്ഷ്യമാകുമോ നമുക്കറിയില്ല. എന്തെങ്കിലും ആയാലാവട്ടെ അത് അനുഭവിക്കാൻ നമ്മൾ തയ്യാറാണ്. സത്യം പറയുന്നതിന് ഒരു സന്യാസി ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ സ്വാമിയാണോ അല്ലേ എന്നുള്ളത് ബി ജെ പി എന്തായാലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലിയൊരു അഭിമാനം എന്ന് പറയുന്നത് ഈ സംഘപരിവാർ അംഗീകരിക്കാത്ത ഒരു സന്യാസി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു ഓസ്കാർ കിട്ടിയിട്ടുള്ളത് പോലെയാണ്. ഒരു സന്യാസിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വളരെ ഗൗരവതരമാണ്. അല്ല, പരമോന്നത കോടതിക്കെതിരെ അത്തരത്തിൽ കോടതിക്കെതിരായിട്ടല്ല, പോരാട്ടത്തിന് ശേഷം ഈ തെളിവുകളും അതുമായി ബന്ധപ്പെട്ട ചരിത്രവും ഒക്കെ ഇഴകേറി പരിശോധിച്ച് വസ്തുതകൾ മനസ്സിലാക്കി വന്നൊരു കോടതി വിധിയാണെന്നാണ് വ്യാഖ്യാനങ്ങൾ പലതും വന്നിട്ടുള്ളത്. അല്ല, ഏത് വിധിയാണെങ്കിലും ഇപ്പൊ ശബരിമലയുടെ കാര്യത്തിൽ വീണ്ടും ഇത് വരുന്ന സമയത്ത് ശബരിമലയുടെ കാര്യത്തിൽ ഒരു കോടതി വിധി വന്നുവല്ലോ. അപ്പൊ ബി ജെ പിയുടെ അഭിപ്രായം എന്തായിരുന്നു? അല്ലല്ലോ. അപ്പൊ അതിനെന്താ, അത് പരമോന്നത അല്ലേ? നമ്മൾ പറയുന്നത് വിദേശത്തുള്ള വളരെ ഒതൻറ്റിക്കായിട്ടുള്ള ആളുകളുടെ ഒരു ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഉള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുന്നുവോ എന്നവരൊരു ചോദ്യചിഹ്നം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് പറഞ്ഞത്, അദ്വാനി മുതലായിട്ടുള്ളവർ ഈ വിഷയം പരിഹരിക്കാൻ കോടതിക്കകമല്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. ഇതാണ് ഈ രഥമുരുട്ടിയ അദ്വാനിയുടെ അഭിപ്രായം. അപ്പോൾ ഇന്ന് കോടതി അതിനനുകൂലമായതും മാത്രമല്ല, കോടതി പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഇനി ഈ വിധിയോടുകൂടി കഴിഞ്ഞു, ഇനി ഏതെങ്കിലും പുതിയ കേസുകളൊന്നുമായിട്ട് വരണ്ട എന്നുള്ളതുണ്ട്. പക്ഷേ ഇവരത് അവസാനിപ്പിച്ചിട്ടില്ല. ഇനിയുണ്ട് ചില ഇതുകൾ വരുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നു, ഈ ക്ഷേത്രത്തെക്കുറിച്ച്, ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചൊക്കെ പറയുമ്പം ഇവരെല്ലാറ്റിലും നിമിത്തങ്ങളൊക്കെ പറയും. നിമിത്തം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി കൊറോണ ബാധിച്ച് ആശുപത്രിയിലാണ്. അതിൽ പങ്കെടുക്കേണ്ടുന്ന ഒരു പ്രധാന പുരോഹിതൻ കൊറോണ ബാധിച്ച് കിടക്കുകയാണ്. രാജ്യം മുഴുവൻ ഒരു മഹാമാരി ഏർപ്പെട്ട് ജനത ദുരിതം അനുഭവിക്കുന്ന കാലത്ത് ക്ഷേത്ര നിർമ്മാണത്തിന് അനുയോജ്യമായ ഒരു സമയമല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്ഷേത്രം നിർമ്മിക്കുന്നത് ഏറ്റവും ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലമല്ല. ഒരു വലിയ ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിന്റെ തറക്കല്ലിടലാണ്, രാമന്റെ പേരിലാണ് ഹോസ്പിറ്റല്, രാമന്റെ പേരിലാണ് വേറെ എന്തെങ്കിലും ഒക്കെ നമുക്ക് വളരെ സന്തോഷം. രാധാകൃഷ്ണ മേനോൻ മറുപടി പറയേണ്ടതുണ്ട്. അതിന് മുൻപ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം രാധാകൃഷ്ണ മേനോന്റെ മറുപടിയിലേക്ക്. പപ്പാ, ഇത് നോക്കി എന്റെ പുതിയ ഡോൾ ഹൗസ്. ഇതില് ഫ്രിഡ്ജ് ഉണ്ട്. ചർച്ച തുടരുകയാണ്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സന്ദീപ് ആനന്ദഗിരി ഉന്നയിച്ചത്. അത്
ഈ പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. അതിനപ്പുറം കടന്ന് ജുഡീഷ്യറിക്ക് പോലും എതിരെ ഒരു വിമർശനമുണ്ടാകുന്നു. ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ വിധിയുമായി ബന്ധപ്പെട്ടായാൽ പോലും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്താണ് വളരെ പെട്ടെന്നുള്ളൊരു മറുപടി? അല്ല, അദ്ദേഹം ജുഡീഷ്യറിയിലെ BJPക്ക് വിശ്വാസി, അദ്ദേഹം ആരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക്താവായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇവിടെ പരസ്യമായിട്ട് ജഡ്ജിയെ നാട് കടത്താൻ വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ്. അപ്പോൾ ആ ജഡ്ജിയെ നാട് കടത്തുന്നു, ജുഡീഷ്യറിയിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റുകാരുടെ വക്താവ് ഇപ്പോൾ വന്നിട്ട് ഇവിടെ ജുഡീഷ്യറിയിലെ വിശ്വാസം BJPക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ BJP ഈ നാടിൻ്റെ നിയമ സംവിധാനത്തെ ആദരിച്ച് അംഗീകരിച്ച് അതുമായി ബന്ധപ്പെട്ട് തന്നെ പോകുന്നുണ്ട്. വിശ്വാസത്തെ വിശ്വാസം എന്ന നിലയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേ സംബന്ധിച്ച് അദ്ദേഹത്തിനോട് അതുമായി ബന്ധപ്പെട്ട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട അതേപോലെയുള്ള ഏറ്റവും വലിയ ഒരു അതുപോലെ തന്നെ അദ്ദേഹം ചോദിച്ച മറ്റൊരു ചോദ്യവുമുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. 1528 ബാബർ ഈ നമ്മുടെ ശ്രീരാമ ക്ഷേത്രം തകർത്ത് അവിടെ പള്ളിയാക്കിയത്. അതുപോലെ തന്നെ 1453 ഓട്ടോമൻ തുർക്കികളുടെ കാലഘട്ടത്തിൽ ഒരു ഹാഗിയ സോഫിയ പള്ളി അത് കത്തീഡ്രലാക്കി മാറ്റുകയുണ്ടായി റോമാ സാമ്രാജ്യത്തിൽ. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള എർദോഗൻ വീണ്ടും അത് പിന്നീട് വന്ന ഭരണാധികാരികൾ അതിനെ ഒരു സ്മാരകമാക്കി സൂക്ഷിച്ചു. ഇപ്പം വീണ്ടും അതിനെ പള്ളിയാക്കി മാറ്റി. അപ്പം വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. വിശ്വാസികളുടെ ഹൃദയത്തിലാണ് അത് പള്ളിയാണോ മസ്ജിദാണോ എന്നുള്ള കാര്യമൊക്കെ ഇരിക്കുന്നത്. അപ്പം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളുമായി ബന്ധപ്പെട്ടുള്ള വികാരപരമായ ആ കാര്യത്തിൽ ഈ സ്വാമി എന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിനും അതുപോലെ കോൺഗ്രസിൻ്റെ വക്താവിനുമൊക്കെയുള്ള അഭിപ്രായം എന്താണ് എന്നറിയാൻ തീർച്ചയായും ഇങ്ങനെ ഒരു വിശ്വാസമാണോ ഇത് ക്ഷേത്രമാണോ എന്നൊക്കെയുള്ള തർക്കം ഉയരുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും അവകാശമുണ്ട്, ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ കാര്യം കൂടി ഞാൻ ഈ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെയാണ് അദ്ദേഹം നിമിത്തങ്ങളെക്കുറിച്ച്, അമിത്ഷായ്ക്ക് അസുഖമുണ്ടായി അല്ല മറ്റുള്ളവർക്ക് അസുഖമുണ്ടായത് ദുർനിമിത്തമാണ്. ഏതായാലും ഈ കമ്മ്യൂണിസ്റ്റുകാരന് ദുർനിമിത്തങ്ങളിൽ വിശ്വാസമുണ്ട് എന്നറിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. പിന്നെ ഈ ദുർനിമിത്തങ്ങൾ ഉണ്ടായാൽ അതിനെ പരിഹരിക്കാനുള്ള പരിഹാരക്രിയകളെക്കുറിച്ച് കൂടി ഒന്ന് പഠിക്കാൻ അദ്ദേഹം തയ്യാറാവണം. അപ്പോൾ ഒരു വലിയ യാഗം നടക്കും പോലെ ഒരു ക്ഷേത്രം യാഥാർത്ഥ്യമാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ച് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി, ഇതിനോടൊപ്പം തന്നെ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ഞാനൊരു ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പീതാംബരക്കുറുപ്പിനെ പോലെ തന്നെ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് അദ്ദേഹം സ്വാമി എന്ന് അവകാശപ്പെടുന്നെങ്കിലും അതിന് ആ വിശ്വാസം ഇല്ലായിരിക്കാം. പക്ഷേ ആ വിശ്വാസികളെ സംബന്ധിച്ച് ഇതിനൊരു പരിഹാരക്രിയയുണ്ട്. ആ പരിഹാര ക്രിയകൾ എന്ന് പറഞ്ഞാൽ യാഗം, പൂജ, ഇതൊക്കെയാണ്. ക്ഷേത്ര നിർമ്മിതിയാണ് ഏറ്റവും വലിയ പരിഹാരം. കാരണം ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് ആർക്ക് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ആ ക്ഷേത്ര നിർമ്മിതിയിൽ പങ്കെടുക്കാൻ കഴിയുക, ആ ക്ഷേത്രത്തിന് വേണ്ടി സമർപ്പണം ചെയ്യുക എന്നൊക്കെ പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പരിഹാരമാണ്. തീർച്ചയായും ഇന്ന് ഇങ്ങനെയൊരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു വലിയ പരിഹാരക്രിയ കൂടിയായിട്ട് തീർച്ചയായിട്ടും അത് മാറും. അതുകൊണ്ട് അതിൽ ഒരു ദുർനിമിത്തവുമില്ല, ദുർനിമിത്തമല്ല, മറിച്ച് പരിഹാരമാണ് അവിടെ നടക്കുന്നത്. രാജ്യത്തും എമ്പാടും ഉണ്ടായിട്ടുള്ള ദുർനിമിത്തം, അത് ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ഉണ്ടായിട്ടുള്ള ആ ദുർനിമിത്തത്തിൻ്റെ പരിഹാരം കൂടിയാണ്. കാരണം ലോകത്തിന് എല്ലാ കാലത്തും ഉദാത്തമായ സംഭാവന നൽകുന്ന, ലോകാസമസ്തോ സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി ശ്രീരാമ ജന്മസ്ഥാനത്തെ ക്ഷേത്രം യാഥാർത്ഥ്യമാവുമ്പോൾ ഈ സമൂഹം ഒന്നാകെ പ്രാർത്ഥിക്കുകയാണ്. വൈകുന്നേരം എല്ലാ വീടുകളിലും വിളക്ക് കത്തിച്ചുകൊണ്ട് തീർച്ചയായിട്ടും വിശ്വാസികൾ പ്രാർത്ഥിക്കും. അങ്ങനെ ആ സമയത്ത് പ്രാർത്ഥിക്കും. അപ്പൊ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയാണ് ഈ മഹാമാരിയിൽ നിന്നുള്ള മോചനത്തിനുള്ള ഏറ്റവും വലിയ മാർഗമെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. ശരി. നമുക്ക് ശ്രീ രാധാകൃഷ്ണ മേനോൻ അദ്ദേഹത്തിന് പോകാൻ സമയമായി. അദ്ദേഹം 9 മണി വരെയാണ് ചർച്ചയിൽ ഇരിക്കുമെന്ന് പറഞ്ഞത്. നമുക്ക് അപ്പം ശ്രീ വി രാജേഷ് പാത്രം മുട്ടുകയും വിളക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്യും. വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതെ, അതിലൂടെ കൊറോണ ഉണ്ടാവുകയാണല്ലോ. ആത്മവിശ്വാസം ഉണ്ടാക്കാൻ പാത്രം മുട്ടുന്നുണ്ടാവും, ഈശ്വര വിശ്വാസം ഉണ്ടാക്കാൻ വിളക്ക് കത്തിക്കുന്നുണ്ടാവും. അത് രണ്ടും ഈ ഓരോ വ്യക്തിക്കും ഓരോ നാടിനും ആവശ്യമുള്ള പ്രവൃത്തി തന്നെയാണ്, ഒരു സംശയവുമില്ല.
ശരി, നമുക്ക് ഈ ചർച്ച തുടരേണ്ടതുണ്ട്. BJP-യുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ VV രാജേഷ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരും. ശ്രീ രാധാകൃഷ്ണ മേനോൻ, നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ പീതാംബരക്കുറുപ്പും സന്ദീപാനന്ദഗിരിയും തുടരും ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നു. ശ്രീ പീതാംബരക്കുറുപ്പ്, താങ്കൾ ഈ പറഞ്ഞതുപോലെ പലവിധ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെച്ചു. പ്രത്യേകിച്ചും ഇത് മറ്റൊരു രീതിയിൽ കാണേണ്ടതില്ല ഈ വിഷയം. അതിനെ രാമൻ്റെ സങ്കല്പവുമായി ചേർന്ന് നേരത്തെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞതുപോലെ ദേശീയതയിൽ ഊന്നി ഒരു സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്ന പശ്ചാത്തലത്തിലൊക്കെ കാണണം. അതിൻ്റെ ഇടയിൽ മറ്റ് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതില്ല. അപ്പോഴും താങ്കളുടെ അഭിപ്രായം, ഇത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ദേശീയ പാർട്ടിയാണല്ലോ. അല്പം ക്ഷയം അടുത്ത കാലത്തുണ്ടായെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അഭിപ്രായ പ്രകടനം നടത്തേണ്ട ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അവിടെ ഒരു ഏക അഭിപ്രായം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു അഭിപ്രായം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്, കാര്യങ്ങളിൽ വ്യക്തത വരുത്താത്തത് എന്തുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? അതിനുള്ള എല്ലാ ബാധ്യതയുമുള്ളൊരു പാർട്ടിയാണല്ലോ അത്. ഇന്ത്യൻ ജനതയുമായി ലോക സമൂഹവുമായി നിരന്തരമായി ഒട്ടി നിൽക്കുകയും ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രത്യയശാസ്ത്ര ബലമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ വൃക്ഷക്ഷയങ്ങൾ പ്രകൃതിയിൽ സ്വാഭാവികമാണ്. അല്പം ക്ഷയം, അല്പം തകർച്ച, അല്പം തളർച്ച ഏതൊരു യോദ്ധാവിനും ഉണ്ടാകും. ആ ചെറിയ ഒരു മങ്ങൽ കോൺഗ്രസിന് ഇപ്പോൾ ദേശീയ തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എത്രയോ കരുത്തോടെ, എത്രയോ ശേഷിയോടെ, നമ്മൾ 10 മടങ്ങെന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ വലിയ ശേഷിയോടെ കോൺഗ്രസ് തിരിച്ച് ഇന്ത്യയിലെ അധികാരത്തിലേക്ക് വരും, സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് വരും എന്നുള്ളത് ഒരു സാമൂഹ്യ സത്യമാണ്. ഇപ്പോൾ കണ്ടതിന്റെ പേരിൽ അപ്പോൾ കൈയടിച്ച് അതിന്റെ ആദായം പറ്റുന്ന ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം, ബാക്കി ഞാൻ പറയുന്നില്ല എന്ന് പറയുന്ന മനസ്സുമായിട്ടല്ല കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസ് ഈ രാജ്യത്തെ മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ, ജാതി മത സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ, മാനുഷിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി ഉറപ്പിക്കാൻ ഒരു രാഷ്ട്രീയ കക്ഷി മുന്നോട്ട് വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ രാമായണത്തെ പറ്റി ഇവിടെ ആളുകൾ വാതോരാതെ സംസാരിക്കുന്നു. മാപ്പിള രാമായണം എന്നൊരു പുസ്തകമുണ്ട്. ആ മാപ്പിള രാമായണം വായിച്ചിട്ട് അതിനകത്താണ് രാമൻ എന്ന് പറയുന്നത് പോലെയാണ് ഈ ചർച്ചകളൊക്കെ. അപ്പൊ രാമായണങ്ങൾ അനേകായിരം രാമായണ വെർഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നുമല്ല, മഹാത്മാഗാന്ധി പറഞ്ഞല്ലോ, മൈ രാമ ഈസ് എ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ഹു ഹാസ് കോൺട്രിബ്യൂട്ടഡ് വണ്ടർഫുൾ തിങ്സ് ടു ദി വേൾഡ് സൊസൈറ്റി. ഈ ലോകത്തിന് മുഴുവനും അത്ഭുതങ്ങളുടെ ഒരു പുതിയ ഉണർത്തെഴുന്നേൽപ്പിന് അവസരം ഒരുക്കിയ രാമൻ എന്ന ആ സങ്കല്പം ആണ് ഗാന്ധിജി അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചത്, ഭഗവത്ഗീതയെ അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചത്, വിശുദ്ധ ഖുർആനെ അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചത്, വിശുദ്ധ ബൈബിളിനെ അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചത്. ഈ മഹാഗ്രന്ഥങ്ങളെല്ലാം ലോകത്തിലെ ഈ ഏതെങ്കിലും മതങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാണവായു ഉണ്ടോ? ഏതെങ്കിലും മതങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സൂര്യപ്രകാശമുണ്ടോ? ഏതെങ്കിലും മതങ്ങൾക്ക് വേണ്ടി ചന്ദ്രിക പ്രകാശം വേറെ ഉണ്ടോ? ഏതെങ്കിലും മതങ്ങൾക്ക് വേണ്ടി നക്ഷത്രങ്ങൾ പ്രത്യേകം ഉദിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ ലോകവും ഈ പ്രകൃതിയും മനുഷ്യ നന്മയുടെ മാർഗങ്ങളിലൂടെ ഉപയോഗിക്കുവാൻ മഹാരഥന്മാർ തെളിച്ചു തന്ന മാർഗങ്ങളാണ് നാം സ്വീകാര്യമായത് സ്വീകരിക്കുന്നതും സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് വിനയപൂർവ്വം നന്മയോടെ പരിത്യജിക്കുന്നതും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതെങ്കിലും മതത്തിന്റെയോ സമുദായത്തിന്റെയോ പക്ഷം പിടിക്കാനല്ല. അവിടെ ഇദ്ദേഹം ചോദിച്ചതുപോലെ എന്തുകൊണ്ട് സോണിയാഗാന്ധി പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നു. ഞാൻ പറയട്ടെ, കോൺഗ്രസിനെ പോലെ ഒരു കക്ഷി, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ, അല്ലെങ്കിൽ BJP ആകട്ടെ, ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് നന്നായില്ല എന്ന് സോണിയാഗാന്ധി പറഞ്ഞില്ല. പാർട്ടിക്ക് വേണ്ടി അഭിപ്രായം പറയുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കളും പാർട്ടിയുടെ സെക്രട്ടറിമാരുമാണ് പല ഘട്ടങ്ങളിലും. അതുകൊണ്ട് പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞ, ജനറൽ സെക്രട്ടറി പറഞ്ഞ ഒരു അഭിപ്രായം ആരും നിഷേധിച്ചിട്ടില്ല. ശരി, അടക്കം കേരളത്തിലെ നേതാക്കൾ ഇത് പാർട്ടിയുടെ ഈ പറഞ്ഞതുപോലെയുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് എന്ന രീതിയിൽ രംഗത്ത് വരികയും ചെയ്തിരുന്നു. നമുക്ക് അതിലേക്കൊക്കെ കടക്കാം. അതിന് മുൻപ് PV രാജേഷ് മഹതി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് പോകേണ്ടതുണ്ട്. ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തോടും ചോദിക്കുക, ഉത്തരം തേടേണ്ടതുമുണ്ട്. സന്ദീപാനന്ദഗിരി തുടരുന്നു. ശ്രീ പീതാംബരക്കുറുപ്പും നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കും. നമുക്ക് അതിനു മുൻപ് ഒരു ഇടവേളയിലേക്ക് പോകണം. പെട്ടെന്ന് തിരിച്ചെത്താം.